ഇപ്പൊ തന്നെ പുതിയൊരു സംഭവം കേൾക്കണം. കേരളത്തിലെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കൊല്ലം കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ കൊല്ലം കോർപ്പറേഷനിലെ ഓരോ മനുഷ്യരെയും തൊട്ടനുഭവിക്കാൻ കഴിയുന്ന വികസനമാണ് LDF കഴിഞ്ഞ 25 വർഷക്കാലത്തിനിടയിൽ കൊല്ലം കോർപ്പറേഷനിൽ നടപ്പിലാക്കി. കൊല്ലത്തെ LDFന്റെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷനിലെ ഭരണസമിതി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ വളരെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. നമ്മൾ ജനങ്ങളെ നന്നായിട്ട് പറ്റിക്കുന്നവരാ. പരസ്പരം പറ്റിക്കാതിരുന്നാൽ കാലാവധി തീരുന്നത് വരെ നമുക്ക് കഴിഞ്ഞ 30 വർഷത്തെ ഭരണം, LDFന്റെ ഭരണം, ഇവിടുത്തെ രാഷ്ട്രീയം ബാധിക്കാത്ത ഇവിടെ കൂടിയിരിക്കുന്ന കൊല്ലം കോർപ്പറേഷനിൽ താമസിക്കുന്ന ഈ ജനസദസ് വിലയിരുത്തിയിട്ട് 10ൽ 3 മാർക്കെങ്കിലും കൊടുക്കാൻ തയ്യാറാകുമോ എന്ന് ശ്രീമതി ചിന്താ ജെറോം പരിശോധിക്കാൻ തയ്യാറാണ്. നമ്മുടെ ആത്മാർത്ഥതയിൽ സംശയമുള്ളവർ കാണും, പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർ മനസ്സിലാക്കും വിശ്വനാഥന്റെ വാക്കിന്റെ വില. കാരണം ഏറ്റവും കൂടുതൽ അഴിമതി നടന്ന കോർപ്പറേഷൻ ഏതെന്ന് ചോദിച്ചാൽ കൊല്ലം കോർപ്പറേഷനാണ്. ഏറ്റവും കൂടുതൽ സ്വജനപക്ഷപാതം നടന്ന കോർപ്പറേഷൻ എന്ന് വെച്ചാൽ കൊല്ലം കോർപ്പറേഷനാണ്. ഏറ്റവും കൂടുതൽ മാലിന്യ പ്രശ്നമുള്ള കോർപ്പറേഷൻ എന്ന് വെച്ചാൽ കൊല്ലം കോർപ്പറേഷനാണ്. ഇവിടെ ചിന്ത പറഞ്ഞതുപോലെ പദ്ധതികൾ ധാരാളം പ്രഖ്യാപിക്കും. ഇപ്പൊ ചിന്ത തന്നെ പറഞ്ഞ ജീവനാണ് അഷ്ടമുടി, ജീവിതമാണ് അഷ്ടമുടി. പക്ഷേ അഷ്ടമുടി ജീവനുമല്ല, ജീവിതമല്ല, മലിനമാണ് അഷ്ടമുടി, മാലിന്യമാണ്. ഇവിടെ ഇനി തൊലഞ്ചു പോകാൻ ഒന്നും ഇല്ല. ചിന്ത എന്റെ ചോദ്യം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഏതെങ്കിലും ഒരു പദ്ധതി, ഏത് പദ്ധതിയുടെ പദ്ധതി വിഹിതമാണ് കേന്ദ്ര ഗവൺമെന്റ് പിടിച്ചു വച്ചിരിക്കുന്നത്? കൊല്ലം കോർപ്പറേഷന് കിട്ടേണ്ട അമൃതുണ്ടോ, ജൽജീവൻ മിഷൻ ഉണ്ടോ, സൗഭാഗ്യ യോജനയുണ്ടോ, ആവാസ് യോജനയുണ്ടോ? ഏത് പദ്ധതിയുടെ വിഹിതമാണ് തരാനുള്ളത്? ചിലയിടത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ കിടപ്പ് രോഗികൾക്ക് നൽകിയ കട്ടിലിനകത്ത് ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഒട്ടിച്ച് കൊടുക്കുന്ന സമീപനം BJP പ്രവർത്തകർ ഇവിടെ സ്വീകരിക്കുന്നുണ്ട്. പൊതിച്ചോറിനകത്ത് സ്റ്റിക്കർ ഒട്ടിക്കുന്ന പാർട്ടിയായി പറയുന്നത്. ഒരിക്കലും ചെയ്തിട്ടില്ല.